1 കിലോ പരിപ്പ് വെള്ളത്തിയിടാൻ പോവാം. പരിപ്പ് വടയ്ക്ക് ഇനി 1.5 മണിക്കൂർ ഇത് കുതിരാനിരിക്കണം. അരമണിക്കൂർ തോരയ്ക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് അരയ്ക്കത്തുള്ളൂ. ഇനിയും പരിപ്പ് വടയ്ക്കുള്ള ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിയാൻ പോവാം. അങ്ങനെ ചുവന്നുള്ളി ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ പരിപ്പ്, 150 ഇഞ്ചി, 150 ഗ്രാം 150 ഗ്രാം ഇഞ്ചി, 1 കിലോ ചുവന്നുള്ളി, 100 ഗ്രാം പച്ചമുളക്, 25 ഗ്രാം വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കരിയാപ്പില. പച്ചമുളക് പച്ചമുളക് അരിഞ്ഞ് തീർന്നു. ഇനി ഇഞ്ചിയുടെ പരിപാടിയാണ്. അരിയുന്നതിനേക്കാൾ എളുപ്പം പണി തീരും. ഇത് അരിയുന്നത് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. എളുപ്പം പണി നടക്കും. പരിപ്പ് അരച്ചിട്ട് അതിനകത്ത് നമ്മൾ ചേർക്കുക. കരിയാപ്പില പോയാണേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ശകലം വറ്റൽമുളക് കൂടെ അരിഞ്ഞ് ചേർക്കാൻ പോവാം. ഒരു 25 ഗ്രാം. ഇപ്പോൾ പച്ച, മഞ്ഞ എല്ലാ കളറുകളുമായി, ചുവപ്പ്, പച്ച, മഞ്ഞ. പരിപ്പ് ഞാൻ തോരയ്ക്ക് വെക്കാൻ പോവാം. പാലയ്ക്ക് നല്ലപോലെ വെള്ളം വലിയുകയാണെങ്കിൽ വടയ്ക്ക് നല്ല മുറുക്കം കിട്ടും. അല്ലേ വല്ലാത്ത ഒരു രീതിയായിരിക്കും. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇരിക്കുകയാണെങ്കിൽ വെള്ളം നല്ലപോലെ വലിഞ്ഞ് കിട്ടും. എണ്ണച്ചട്ടി വെക്കാൻ പോവാം. അതിനകത്ത് വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ പൊട്ടിച്ചൊഴിക്കും. ഇനി അതിനകത്ത് എണ്ണ ഒഴിക്കുക. അത് കഴിയുമ്പോൾ ഇത് മിക്സ് എല്ലാം കൂടെ ചേർക്കുക. പരിപ്പിളക്കി ഇടാൻ ഒരുങ്ങാൻ പോവാം. അതാണ് മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടെ ഒന്ന് ഞെരടിയിട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, വറ്റൽമുളക് ഇനി അതിനകത്തോട്ട് ചേർക്കുക. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി അത് ഇളക്കുക. മിക്സിങ് കഴിഞ്ഞു. മിക്സ് ചെയ്ത് കഴിഞ്ഞല്ല, എല്ലാം ഇളക്കി അതിൻ്റെ കൂട്ടെല്ലാം ഇട്ടു. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പരിപ്പോടെ ഇടുകയാണ്.
ഇടുക. മുളക്, വറ്റൽ മുളക്, ഇപ്പോൾ പച്ച, ചുമല, മഞ്ഞ, 3 കളറ്. എണ്ണ നല്ലപോലെ മൂത്ത് കിടക്കുകയാണ്. ഒരു കാണ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ പാത്രത്തിലോട്ട് പകർന്നു വെക്കുക. പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചേരുവകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.